മനോജ് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. നാട്ടുകാരുടെ ഈ ഒരു നീക്കത്തിന് വലിയ പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടിതമായ ഒരു പ്രതിരോധം, ഒപ്പം നിയമപരമായിട്ടുള്ള പോരാട്ടം അത് തന്നെയാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുക, അല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ ക്ഷേത്രം കൈയടക്കാൻ വരുന്ന ഈ ഒരു മലബാർ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ വലിയ തരത്തിൽ തന്നെ പ്രതിരോധം തീർക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതും. നേരത്തെയും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ശ്രമം അല്ലെങ്കിൽ കയ്യേറുവാനുള്ള ശ്രമം മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പലയിടത്തും കയ്യേറിയ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇന്ന് രാഷ്ട്രീയവത്കരിക്കുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിന് ഇവിടെ വഴങ്ങി കൊടുക്കില്ല എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ ഒന്നാകെ തന്നെ പറയുന്നത്. അത് തന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളും വ്യക്തമാക്കുന്നത്. ഇനിയും ഇങ്ങനെ ഒരു ശ്രമം മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പ്രതിരോധിക്കും. ഇനിയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കാരണം കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും യാതൊരു അറിയിപ്പും കൂടാതെ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുന്നു. അതും വലിയൊരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 250-ലധികം പോലീസുകാരും അതുപോലെ ജലബീരങ്കിയും അടക്കം ഈ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തുന്നു. നേരത്തെ ക്ഷേത്ര പ്രസിഡന്റ് സൂചിപ്പിച്ചു, അവിടെയുള്ള ഗ്രാമവാസികൾക്കൊക്കെ തന്നെ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹത്തെ കണ്ടപ്പോൾ അവരൊക്കെ തന്നെ ആദ്യം ഭയന്നെങ്കിലും തങ്ങളുടെ ക്ഷേത്രത്തിന് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിന്നു. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട്. കാരണം മലബാർ ദേവസ്വം ബോർഡ് എപ്പോഴും ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ എത്തിയാണ് ഈ ക്ഷേത്രങ്ങൾ കൈയടക്കുന്ന ഒരു ശ്രമം ഉണ്ടാകുന്നത്. ആ ശ്രമമാണ് ഇന്ന് പുലർച്ചെ ഈ കപ്പിയങ്ങാട് ക്ഷേത്രത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ, അതായത് കോടതി കേസ് നിലനിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇവിടെ നിയമപരമായി ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ അധികൃതർ അവിടെ എത്തിയിരുന്നത്. അത് ഇനി നടക്കില്ല. ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ പ്രതിരോധം തീർക്കുകയും എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളും അതുപോലെ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായി വ്യക്തമാക്കുന്നത്. KP മനോജ്, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം തന്നെയാണ് ഉണ്ടായത്. അവിടെ ഭക്തരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ ഭക്തർ ഒന്നാകെയുള്ള ഒരു പ്രതിരോധമാണ് തീർക്കുന്നത്, അല്ലേ? തീർച്ചയായും അതിൽ ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല ഭക്തജനങ്ങൾ നിൽക്കുന്നത്. അവരുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ഓരോ ഭക്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ഒരു ബോധ്യം. മനോജിലേക്ക് ഇപ്പോൾ ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി നേതാവ്, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, തൃശ്ശൂർ വടക്കേക്കാട് കപ്പളിയങ്ങാട് ദേവീക്ഷേത്രം പിടിച്ചെടുക്കാനാണ് ഇന്ന് ആസൂത്രിതമായ നീക്കമുണ്ടായത്. ഇരുട്ടിന്റെ മറവിൽ വലിയ സന്നാഹത്തോടെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ എത്തിയത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനെ? ഹിന്ദു ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഹിന്ദു ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്ന രീതി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെ തരത്തിലാണ് പോലീസിന്റെ സന്നാഹത്തോടു കൂടിയിട്ട് ഭക്തജനങ്ങളെ അടിച്ചമർത്തി ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ പിടിച്ചടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് മുതല് പിടിച്ചെടുക്കുന്ന ലാഘവത്തോടെയാണ് ഭക്തജനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഭക്തജനങ്ങളുടെ സംരക്ഷണയില് അവര് ചോര നീരാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു ക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ വന്ന് ദേവസ്വം ബോർഡ് അങ്ങ് ഏറ്റെടുക്കുന്നത്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഹിന്ദു സമൂഹം ഈ കാര്യത്തെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇത്തരം നടപടികൾക്കെതിരെ ഇനി ഒരു തെരുവിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാതെ ഈ ജനാധിപത്യ വിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ നടപടികളെ ചെറുക്കാൻ സാധ്യമല്ല. സർക്കാർ ആസൂത്രിതമായിട്ടാണ് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഓരോന്നായിട്ട് പിടിച്ചടക്കുന്നത്. ആസൂത്രിതമായിട്ടാണ് ഹിന്ദുക്കൾക്ക് അവർക്ക് സ്വന്തം നിലയ്ക്ക് അവർക്ക് ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാൻ, ആ ക്ഷേത്രം പരിപാലിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് സർക്കാർ ഏകപക്ഷീയമായിട്ട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിടിച്ചടക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, പൗരാവകാശ ലംഘനമാണ്, ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങനെ യഥേഷ്ടം നടക്കുകയാണ്. മറ്റു മതവിഭാഗങ്ങളോടും മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളോടും ഒന്നും ഇല്ലാത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ പകയും വിദ്വേഷവും ഹിന്ദു സമൂഹത്തിലെ ക്ഷേത്രങ്ങളോട് കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയ വികാരമാണ് ഉയർന്നു വരുന്നത്. ജനങ്ങൾ അവരുടെ ഈ സംഘടന പിടിഞ്ഞ് വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ രീതിയിലേക്ക് ജനങ്ങൾ കടന്നു വരാതെ ഇത്തരം അന്യായങ്ങൾ ഇല്ലാതാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അതായത് കൃത്യമായ രീതിയിലുള്ള സംഘടിതമായ ഒരു നീക്കം വേണം. സംഘടിച്ചെത്തി ഇരുട്ടിൻ്റെ മറവിൽ സംഘടിച്ചെത്തി ആസൂത്രിതമായ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നാകെ പോരാടേണ്ട ഒരു സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത് അല്ലേ? ക്ഷേത്രങ്ങൾ രാഷ്ട്രീയം മുക്തമാക്കണമെന്നും ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരുടെ നിന്നും മോചിപ്പിച്ച് അവിടുത്തെ ഭക്തജനങ്ങളെ ഏൽപ്പിക്കണമെന്നും വലിയ തോതിൽ ജനകീയ വികാരം ഉയർന്നു വരുന്ന സമയത്ത് തന്നെയാണ് മറുഭാഗത്ത് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സർക്കാർ വളർത്തിക്കൊണ്ടുവന്ന ക്ഷേത്രങ്ങളല്ലല്ലോ. ഇവിടുത്തെ ഭക്തജനങ്ങൾ നിരന്തരം അവര് മുണ്ട് മുറുക്കിയെടുത്ത് കാണിക്ക സമർപ്പിച്ച് അവര് അധ്വാനിച്ച് അവരവരുടെ ക്ഷേത്രങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന ക്ഷേത്രം അങ്ങനെ ഈ പൂച്ച എലിയെ പിടിക്കുന്ന കാരണത്തോടെ ക്ഷേത്രങ്ങളിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് എന്തൊരു അന്യായമാണ്, അനീതിയാണ്. ഹിന്ദു സമൂഹത്തോട് എന്തൊരു അന്യായമാണ് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെറുതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിയമപരമായിട്ട് ഒട്ടനവധി പോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹിന്ദു സംഘടനകൾ. സുപ്രീം കോടതി അടക്കമുള്ള മേഖലകളിൽ അതിന്റെ കേസുകൾ നടക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് കൂടി ഇങ്ങനെ ക്ഷേത്രങ്ങൾ ഓരോന്നായിട്ട് പിടിച്ചടക്കുന്ന ഒരു സമീപനമാണ്. ഈ ക്ഷേത്രം പിടിച്ചടക്കാൻ വരുന്നവന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്നതോടെ അന്തരീക്ഷം ഉണ്ടാവണം. ഞാനത് പച്ചയ്ക്ക് പറയുകയാണ്. ക്ഷേത്രം പിടിച്ചടക്കാൻ വരുന്നവന്റെ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന് ഭക്തജനങ്ങൾ പ്രഖ്യാപിക്കണം. അല്ലാതെ ഇനി ഈ രാമനാമം ജപിച്ചുകൊണ്ട് ഇതിലോട്ടൊന്നും കാര്യമില്ല. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ക്ഷേത്രം പിടിച്ചടക്കാൻ വരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും ഒരു ദേവസ്വം ബോർഡും മെമ്പറും തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവണം. തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളുടെ മേൽ കൈവയ്ക്കുന്നവനെ തെരുവിലിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ ഈ നിലയ്ക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. അല്ലാത്തടത്തോളം ഹിന്ദുക്കൾ ഈ ഏകപക്ഷീയമായ വിധ്വംസത്തിന് അല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണത്തിന് അവർ വിധേയമായി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയില്ല, ഈ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ വരുന്നവൻ തിരികെ അതേ രീതിയിൽ തന്നെ വീട്ടിൽ പോകുക എന്നുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ജനങ്ങൾ ആ നിലയ്ക്ക് സംഘടിച്ച് ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.